അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കതിരാൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നതാണ്. നമുക്ക് കിട്ടുമെന്ന് നോക്കാം. അപ്പം നമ്മൾ നമ്മുടെ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഒരു ചെമ്മീൻ ഒരു 3 കട്ട് ചെയ്തിട്ട് അത് നമ്മുടെ കരിമീനെയൊക്കെ പിടിക്കുന്ന കുളത്തിനെക്കാട്ടിലും കുറച്ചുകൂടി ചെറിയ കുളത്തിൽ കോർത്തിട്ടാണ് ഇടുന്നത്. നമ്മൾ ഇട്ട് അധിക സമയമൊന്നും വേണ്ട വരട്ടിക്കാനായിട്ട്. അതായത് ഇട്ട് ജസ്റ്റ് നമ്മൾ ഈ വീഡിയോ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടില്ല, ഇത്ര നേരം കൊണ്ട് നമുക്ക് മീൻ അടിച്ചിരിക്കുകയാണ്. നമ്മൾ ശരിക്കും തെരഞ്ഞു വന്ന മീൻ തന്നെയാണ് നമുക്ക് അടിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കതിരൻ, നല്ലൊരു അത്യാവശ്യം സൈസുള്ള ഒരു കതിരനാണ് നമുക്ക് ഇപ്രാവശ്യം കയറി വന്നത്. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒരു 2-3 കതിരാനും കുട്ടൻ കോരയൊക്കെ അടിച്ചിരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് അടിച്ചപ്പോഴാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു കതിരാനാണ്. ഇതാണ് കതിരാനെന്ന് പറയുന്നത്. അങ്ങനെ അത്യാവശ്യം നല്ല ടേസ്റ്റും അതുപോലെ തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം വിലയും ഉള്ള ഒരു മീനാണ്. കിലോയ്ക്ക് 240 രൂപ അടുത്ത് ഈ ഒരു മീനിന് വില വരുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി ഇതിനേക്കാളും സൈസായിരിക്കും. നമുക്ക് കിട്ടിയ ഒരു മീഡിയം സൈസാണ്. ഇതിനെക്കാട്ടിലും വലുതാകുന്ന മീനാണ് ഈ കതിരാനെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അടി കിട്ടുന്നുണ്ട്. കാരണം ചെമ്മീനും ഞങ്ങൾക്ക് കിട്ടിയത് ചമ്പക്കര മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ മേടിച്ചതായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല ചെമ്മീനായിരുന്നു, നല്ല ഫ്രഷ് ചെമ്മീനായതുകൊണ്ട് അതുകൊണ്ടാണോ എന്നും അറിയില്ല, മീനുകൾ പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അധികം താമസമൊന്നും ഇല്ലാതെ. ഇപ്രാവശ്യം നമുക്ക് കയറിയിരിക്കുന്നത് മറ്റേ കുട്ടൻ കോര എന്ന് പറയുന്ന ആ മീനാണ്. പലയിടത്തും പല പേരുകളാണ് മീൻ പറയുന്നത്. ഇതുപോലെ നമുക്ക് മീനുകൾ കിട്ടിക്കൊണ്ടേയിരുന്നു. നമ്മളിതിപ്പം ഈ ഒരു വീഡിയോയിൽ തന്നെ 2 ദിവസത്തെ നമ്മൾ കാണിക്കുന്നുണ്ട്. അതിൽ 2ാമത്തെ ദിവസം അത്യാവശ്യം നമുക്ക് മീനുകൾ കിട്ടിയിരുന്നു. നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. വീണ്ടും അടിച്ചു. റിട്രീവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ചെറിയ മീനുകളാണെങ്കിലും അത്യാവശ്യം അവന്മാർ നമുക്ക് ഫൈറ്റ് തരുന്നുണ്ട്. ആ ഒരു ഫൈറ്റ് തന്നെയാണ് ഓരോ ചൂണ്ടക്കാരനെയും വീണ്ടും പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ ഒരു ചൂണ്ടയിടലിൻ്റെ ഹരമെന്ന് പറയുന്നത്. ഇപ്രാവശ്യം അതുപോലെ തന്നെ ഒരു കുട്ടൻ കോരയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വീണ്ടും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അടുത്ത നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിങ്ങനെ തുരുതുരാ മീനുകൾ കിട്ടിക്കൊണ്ടേയിരുന്നു. പിന്നെ നിങ്ങൾ വീഡിയോയിൽ എടുക്കാൻ വേണ്ടി കുറച്ച് എണ്ണം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മളൊരു 6 മണിക്ക് പോയിട്ട് 10 മണി വരെ, വെയിലാണെങ്കിലും 10 മണി വരെ നിന്ന സമയം നമ്മൾ അറിഞ്ഞിട്ടില്ല. കാരണം അതുപോലെ മീനിൻ്റെ ആക്ടിവിറ്റി ഉള്ളൊരു ദിവസമായിരുന്നു. ചെറിയ മീനുകളാണെങ്കിലും ഇടയ്ക്ക് പല്ലിക്കോരയും ഒരെണ്ണം കിട്ടിയിരുന്നു. ചെറിയൊരു പല്ലിക്കോര, മീഡിയം സൈസിലുള്ള ഒരു പല്ലിക്കോരയും നമുക്ക് കിട്ടിയിരുന്നു. അത് പക്ഷേ നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത്. വീണ്ടും ഒരു കോര തന്നെയാണ്. അങ്ങനെ കോര മീനുകളും ഇതുപോലെ തന്നെ കതിരാനും പിന്നെ പല്ലിക്കോരയും, പിന്നെ അവസാനം നമ്മൾ പോരാൻ നേരത്ത് നമ്മളൊരു പരീക്ഷണം പോലെ നമ്മൾ ഇരുന്ന കല്ലിനിടയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ കല്ലിനിടയ്ക്ക് നമ്മൾ കുറച്ച് നേരം ഒരു ചെമ്മീൻ തന്നെ 2ആക്കി ഒന്നിട്ട് നോക്കിയിരുന്നു. അങ്ങനെ ഒരു 4 ഏരി ബാക്ക് ടു ബാക്ക്, ഒരു വലിയ സമയമൊന്നും ഇല്ലാതെ 4 ഏരിയും നമുക്ക് അടിച്ച് കയറിയിരുന്നു. ഏരി എന്ന് പറഞ്ഞാൽ വലിയ സൈസില്ല, ഒരു 1/4 കിലോ റേഞ്ചുള്ള ഒരു 4 ഏരി നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് ഇന്നത്തെ ഈ ഒരു ഫിഷിങ്ങിന് നമുക്ക് കിട്ടിയത്. അത്യാവശ്യം എൻജോയ് ചെയ്ത ഒരു ഫിഷിംഗ് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് എന്ന് പറയുന്നത്. കാരണം ചെറിയ മീനുകളാണെങ്കിലും ഒരുപാട് ചെറുതല്ല, മീഡിയം ടൈപ്പ് മീനുകളാണ്. നമുക്ക് വറുക്കാനും കറി വെക്കാനും എല്ലാം പറ്റുന്ന അത്യാവശ്യം സൈസുള്ള മീനുകളാണ് നമുക്ക് ഇന്നെല്ലാം കിട്ടിയത്. നിങ്ങൾക്കത് ലാസ്റ്റ് നമ്മൾ ഫോട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഇങ്ങനെ ചെറിയ മീനുകളെ പിടിച്ചുകൊണ്ട് നിൽക്കാനും നമുക്ക് രസമാണ്. വലിയ മീനുകളെ നമ്മൾ ഒരുപാട് ടാർഗറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് മീനുകൾ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് കൂടുതലും നിരാശ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ പുതിയതായിട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ അതൊരു ചാൻസ് വളരെ കുറവുള്ളൊരു സംഭവമാണ്. വലിയ മീൻ നമ്മൾ ടാർഗറ്റ് ചെയ്ത് ലൂറും കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത്. അതിനെക്കാട്ടിലും എത്രയോ നല്ലൊരു ഫിഷിങ്ങാണ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത്. അതായത് ചെറിയ കുളത്തിൽ ഇതുപോലെ ചെമ്മീനിട്ട് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പില്ലാതെ നമുക്ക്
മീനുകളെ നമുക്ക് ഇതുപോലെ പിടിക്കാൻ പറ്റും. വീണ്ടും നമുക്കൊരു കോരാനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇന്നും ഇതുപോലെ തന്നെ വേറൊരു കവറിൽ നമുക്ക് കിട്ടിയിരുന്നു. അവസാനം കിട്ടിയ ഏരിയാണ് കിടക്കുന്നത്. ഏരിയ നിങ്ങൾ കണ്ടെന്ന് വെച്ചാൽ ഏരിയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കൂട് നിറച്ച് ഇതാണ് നമുക്ക് ഇത് ഒരാൾക്ക് മാത്രം കിട്ടിയ മീനാണിത്. ആ 2 ഏരിയും അതുപോലെ തന്നെ ഇത്രയും കുട്ടനും പിന്നെ കതിരാനും എല്ലാം കൂടി ഇത് ഞങ്ങളെ കൂടെ വന്ന അടുത്ത ആൾക്ക് കിട്ടിയ മീനാണ്. അപ്പോൾ ഇത്രയധികം മീനുകൾ നമുക്ക് കിട്ടിയിരുന്നു. ഇത് നമ്മൾ 2ാമത്തെ ദിവസം പോയ ഒരു വീഡിയോ ആണ്. ഇതിൽ നമുക്ക് ഒരുപാട് മീനുകൾ കിട്ടിയില്ലെങ്കിലും ഇതിന് ഒരു പല്ലിക്കോര നമുക്ക് നല്ലൊരു അത്യാവശ്യം സൈസ് പല്ലിക്കോര അടിച്ചിരുന്നു. ആ പല്ലിക്കോരയുടെ ഫൈറ്റാണ് നമ്മളിതിൽ മെയിനായിട്ട് കാണിക്കുന്നത്. ഇതിപ്പോൾ ചെമ്പേരി എന്ന് പറഞ്ഞൊരു മീനാണ്. നമുക്ക് ചെമ്പേരി എന്നാണെന്ന് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് ഒരു അറിയില്ല. ചെമ്പേരി എന്നാണ് എൻ്റെ വിശ്വാസം. ചെമ്പേരി എന്ന് പറയുന്ന മീനാണ് നമുക്ക് ആദ്യം അടിച്ച് കയറിയത്. അതിന് ശേഷം ഒരു പല്ലിക്കോര അടിച്ചു. അവൻ അടിച്ച ഉടനെ എടുത്തിട്ട് ഓടി ഒരു സൈഡിലേക്ക് പോയി നല്ലൊരു ഫൈറ്റാണ് തന്നത്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അവൻ ബെയ്റ്റ് എടുത്ത ശേഷം സ്റ്റിക്ക് പെട്ടെന്നങ്ങ് വലിച്ച് താഴേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. നമ്മളത് കോർത്ത് അത്യാവശ്യം ഒരു നല്ല വലിപ്പമുള്ള ഒരു പീസാണ് ഞാൻ ആ സമയത്ത് കോർത്തിട്ടത്. അത് കാരണമാണ് ആ ഒരു വലിപ്പമുള്ള മീൻ അടിച്ചത്. അത്യാവശ്യം ഒരു സൈസുള്ള ഒരു പല്ലിക്കോരയായിരുന്നു. ഇത് നമുക്കിപ്പോൾ ഒരു കതിരാനാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കതിരാൻ അതിപ്പം എല്ലായിടത്തും ഇത് നമ്മൾ വേറൊരു സ്പോട്ടിലാണ് ഇടുന്നത്. എങ്കിൽ കൂടി അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഇപ്പം കതിരാൻ അടിക്കുന്നുണ്ട്. കതിരാൻ്റെ ഒരു സീസൺ ടൈമാണിപ്പോൾ. ചെറിയ കുളത്തിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കതിരാൻ കിട്ടും. ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു കാസ്റ്റിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ ചൂണ്ടയുടെ സ്റ്റിക്കിൻ്റെ അറ്റത്തേക്ക് നോക്കിയാൽ അറിയാം അവൻ അടിച്ച അടി. അവൻ ജസ്റ്റ് വന്ന ആ ഒരു നല്ലൊരു അടി തന്നിട്ട് നല്ലൊരു ഫൈറ്റാണ് തന്നത്. ഒരു സൈഡിലേക്ക് അവൻ വലിച്ചുകൊണ്ട് പോയി കളഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചത് ചെറിയ ചെമ്പല്ലിയോ ഏരിയോ വല്ലതും ആയിരിക്കും എന്നാണ്. പക്ഷേ അവൻ്റെ ഫൈറ്റ് അതുപോലത്തെ ഫൈറ്റായിരുന്നു. അത്യാവശ്യം സൈസുള്ള ഒരു മീനായിരുന്നു. നല്ല ഫൈറ്റ് അവൻ തന്ന ശേഷമാണ് അവൻ കയറി വന്നത്. വലിച്ചിപ്പോൾ അത് സൈഡിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കല്ലിനെ പോയി കയറിയിരുന്നെങ്കിൽ നമ്മുടെ ചൂണ്ടയെല്ലാം പോയേനെ. എന്തായാലും അവസാനം ചെറിയൊരു ഫൈറ്റിന് ശേഷം അവൻ കയറി വന്നിട്ടുണ്ട്. ഇതാണ് അത്യാവശ്യം സൈസുള്ളൊരു പല്ലിക്കോരയാണ് നമുക്ക് കിട്ടിയത്. ഇതിനാണ് നമുക്ക് ഇത്രയും ഒരു ഫൈറ്റ് നമുക്ക് തന്നത്. ഈ ഒരു പല്ലിക്കോര അത്യാവശ്യം സൈസ് ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് കിട്ടിയ മീനുകൾ മെയിനായിട്ട് ഇതൊക്കെയാണ് 2ാമത്തെ ദിവസം. അത് നമ്മൾ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.